ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കിട്ടിയ ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സക്സസ് സ്റ്റോറി പറയുമ്പോഴേക്കും അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രാമ്പൂ വെള്ളം, അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഗ്രാമ്പൂ വെള്ളം ഫോളോ ചെയ്യാതെ നമ്മുടെ ചാനലിലെ 2 ടിപ്സ് മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയത്. അപ്പോൾ ആ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൽ നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ കുട്ടിയെ ബ്ലസ് ചെയ്യാൻ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മെയിലായിട്ടായിരുന്നു എനിക്ക് വന്നത്. മെയിൽ അഞ്ജന എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു അയച്ചിരുന്നത്. ഹായ്ഡാ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. ഒരുപാട് നാളുകളായി ഞാൻ പ്രഗ്നൻസി നോക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലത്തോളമായി. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞ് മതി പ്രഗ്നൻസി എന്ന് വിചാരിച്ചു. കുറച്ച് നാൾ ട്രൈ ചെയ്തില്ല. അതിനുശേഷം നോക്കിയപ്പോഴാണ് മനസ്സിലായത് PCOD ഉണ്ടെന്ന്. പ്രഗ്നൻസി ആകാൻ വേണ്ടി മെഡിസിൻ എടുത്തു, പക്ഷെ ഒന്നും റിസൾട്ട് കണ്ടില്ല. മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞു വീണ്ടും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ചാനൽ കാണാനായിട്ട് ഇടയായത് എന്ന് പറയുന്നുണ്ട്. ചാനലിലെ ഉലുവ വെള്ളവും കരിഞ്ജീരകം വെള്ളവും ഞാൻ കുടിച്ചിരുന്നു. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടി, സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കൂട്ടി നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 2 ടിപ്സാണ് ഉലുവ വെള്ളവും അതുപോലെ കരിഞ്ജീരകം വെള്ളവും. ഉലുവ വെള്ളം അങ്ങനെ ഇതുവരെ ആരും കൂടുതലായിട്ട് കുടിച്ച് കണ്ടിട്ടില്ല. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമ്പു വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് കയ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടത്തോടെ കുടിക്കാനായിട്ട് തോന്നും. പക്ഷെ ഉലുവ എന്ന് പറയുന്നത് കയ്പുള്ള ഒന്നായതുകൊണ്ട് പലർക്കും ഇത് കുടിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഉലുവ വെള്ളം കുടിക്കുമ്പോഴേക്കും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉലുവയെ നമ്മൾ മോർണിംഗ് ടൈമിൽ എടുക്കുന്നത്, രാവിലെ വെറും വയറ്റിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കാനും എഗ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. അതുപോലെ PCOD ഉള്ള സ്ത്രീകൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പീരിയഡ്സ് ഒന്ന് റെഗുലർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉലുവ വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. രാവിലെ നമ്മൾ ഉലുവ വെള്ളം കുടിക്കുമ്പോഴേക്കും അത് നമ്മൾ ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഉലുവ നിങ്ങൾ ഇട്ടാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഈ ഗ്രാമ്പു വെള്ളം പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഉലുവ നമ്മൾ തലേദിവസം കുതിർത്തിയിട്ടിട്ട് കുറച്ച് നല്ലപോലെ ഉലുവ ഒന്ന് കഴുകിയിട്ട് അത് കുതിർത്തിയിട്ടിട്ട് അതേ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾക്ക് കുടിക്കാം. അതല്ലെങ്കിൽ ഉലുവ രാവിലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ വെള്ളം പറ്റിച്ച് കളയരുത്. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ അതിന്റെ സത്തൊക്കെ ഇളകി വരുന്ന രീതിക്ക് തിളപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ അണ്ടാശയങ്ങളുടെ ഹെൽത്ത് നമ്മൾ കൂട്ടുമ്പോഴേക്കും അണ്ടാശയങ്ങളുടെ പ്രവർത്തനം നല്ല രീതിക്ക് നടന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള അണ്ടം, ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടം, അതായത് എളുപ്പത്തിൽ സ്പേമുമായിട്ട് ക്യാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു എംബ്രിയോ ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ള ഒരു അണ്ടത്തിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഓവറീസിന് ഹെൽത്ത് വേണം. അതിനു വേണ്ടിയിട്ട് ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. നമ്മുടെ ക്വാളിറ്റി കൂട്ടുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി കരിഞ്ജീരകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമുക്ക് വെള്ളം തിളപ്പിച്ച് പലരും കുടിക്കാറുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കരിഞ്ജീരകം വെള്ളം കുടിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ കരിഞ്ജീരകം വെള്ളം നമ്മൾ PCOD ഉള്ളവർക്കും അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. PCOD ഉള്ളവരിൽ അവർക്ക് എപ്പോഴും അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അണ്ടം കൃത്യമായിട്ട് വളരുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ അണ്ടം റപ്ചർ ആയാൽ തന്നെ അത് ക്വാളിറ്റിയോട് കൂടിയാണ് റപ്ചർ ആകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ PCOD ഉള്ളവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇറഗുലർ മെൻസ്ട്രേഷനും. അങ്ങനെ വരുമ്പോഴേക്കും ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നത്. ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരിഞ്ജീരകം വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പാണ് പെരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത്. ഈ പെരിഞ്ജീരകം നമ്മുടെ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആ അണ്ടം വഹിച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ്, ആ ഫോളിക്കിൾ നല്ലതുപോലെ വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഫോളിക്കിൾസ് കൃത്യമായിട്ട് ഒരു 80 to 22 എത്തിക്കഴിഞ്ഞത് നാച്ചുറലി അങ്ങോട്ട് റപ്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു മെഡിസിൻസും എടുക്കേണ്ടതായിട്ട് വരില്ല. നാച്ചുറലി നോർമലായിട്ട് പൊട്ടുന്ന അണ്ടത്തിന് എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടാകും. ആ സ്പേമിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ആ ഒരു ക്വാളിറ്റി എപ്പോഴും ആ ഒരു ഇതിന് ഉണ്ടാവും കേട്ടോ, ആ ഒരു എഗ്ഗിന് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ദി ചൂസ് വേൾഡ് ഫെനുഗ്രീക്ക് വാട്ടർ എന്നും ദി ചൂസ് വേൾഡ് കരിഞ്ചീരകം എന്നും അതുപോലെ ദി ചൂസ് വേൾഡ് ക്യുമിൻ സീഡ് എന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം 2 ടിപ്സ് ഈ കുട്ടി ഫോളോ ചെയ്തെന്ന് പറഞ്ഞല്ലോ. 2 ടിപ്സ് ഫോളോ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ആദ്യം നിങ്ങൾ ഉലുവ വെള്ളം എടുക്കുക. അതിനുശേഷം അതെടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇരിക്കുന്നതിന് മുൻപുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ നിങ്ങൾ ഈ കരിഞ്ജീരകം വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയങ്ങളിൽ കരിഞ്ജീരകം വെള്ളം പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ രാവിലെ വെള്ളം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും ചീത്തയാവില്ലല്ലോ, കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ തിളപ്പിക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് വീട്ടിലൊന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഈ വെള്ളം നിങ്ങൾ കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫെർട്ടിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. ഇതിനെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ഇവിടെ ആ കുട്ടി പറഞ്ഞത് ഈ ടിപ്സ് ഏകദേശം 3 മാസത്തോളം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. നമ്മളൊരു ടിപ്പ് ഫോളോ ചെയ്യുമ്പോൾ അതിപ്പോ ഗ്രാമ്പൂ വെള്ളമാണെങ്കിലും ഉണക്കമുന്തിരി വെള്ളമാണെങ്കിലും കറുവപ്പട്ട വെള്ളമാണെങ്കിലും പെരുംജീരകം ഉലുവ അങ്ങനെ ഏത് വെള്ളമാണെങ്കിലും നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 3 മാസം വരെയെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം ഇപ്പൊ ഈ മാസം ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന അണ്ടങ്ങൾ അതിന് 3 മാസം മുൻപ് തന്നെ നിങ്ങൾ വേണം പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു സിഗ്നല് നമ്മുടെ ശരീരം അതിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ അണ്ടങ്ങൾ പ്രിപ്പയർ ആയി വരുന്നത്, ആ സെലക്ട് ആയി വരുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ തന്നെ ഉണ്ടാവില്ല. നമ്മൾ വേറൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് അല്ല എടുക്കുന്നത്. നാച്ചുറൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴേക്കും ഏകദേശം 2 മുതൽ 3 മാസം വരെ എടുക്കും നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അണ്ടങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2-3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. 1 മാസം ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ആരും തളർന്നു പോകാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.